എൻ്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത പ്രിയമാണ്, ഇഷ്ടമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിവാഹം കഴിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് ഏറ്റവും പ്രിയമുള്ളത് ഈ ദുനിയാവിൽ നമ്മുടെ ഭാര്യയാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഏതെല്ലാം വസ്തുക്കളെ കുറിച്ച് അറിവുള്ള വ്യക്തിയാണ്, വിവരമുള്ള വ്യക്തിയാണ്, പ്രവാചകരാണ് പറയുന്നത്, ഈ ദുനിയാവിൽ എനിക്ക് 3 വസ്തുക്കളാണ് പ്രിയമുള്ളത്, ഏറ്റവും ഇഷ്ടമുള്ളത്. അതിലൊന്ന് സുഗന്ധമാ, മറ്റൊന്ന് എൻ്റെ ഭാര്യമാരാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഭാര്യ ഇഷ്ടപ്പെടുന്നവരാകണം നമ്മൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരാഴ്ച കഴിഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ തെറ്റിപ്പിരിയുന്ന അവസ്ഥ. അപ്പോഴേ ബഹളായി. അതുവരെ ഭയങ്കര കണ്ണിലുണ്ണിയായിരുന്നു. 24 മണിക്കൂറും ചാറ്റിങ്, എപ്പോ നോക്കിയാലും. കുളിക്കാൻ പോയാലും കുളിമുറിയിലും ഫോണുമായിട്ട് പോകുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ചാറ്റിങ്. നീ ഇപ്പൊ അടുക്കളയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അത്ര എന്ന് പറഞ്ഞാൽ അത്ര മഹബത്ത് കാണിക്കാൻ. ഓഫീസിൽ പോയിരുന്നു, ഓഫീസിലോട്ട് എത്തിയതേ ഉള്ളൂ, അപ്പോഴേ ഇവിടെ ഞാൻ ഓഫീസിലെത്തി, ഇല്ല ഞാൻ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ, ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കാൻ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും, ഉച്ചയ്ക്ക് കഴിക്കാൻ മുമ്പ് വരും, ഉച്ചയ്ക്ക് ഉണ്ണാനേ വരലില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നു, അവിടെ പരിങ്ങി നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, ചാറ്റ് ചെയ്തു തന്നെ പരിപാടി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാം ഹല്ലി വല്ലി എല്ലാം പോയിട്ടുണ്ട്, ബന്ധമൊക്കെ പോയി. എവിടെയാണ് ഈ ഉലച്ചിൽ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഭാര്യമാരുടെ ഒരു ഇഷ്ടമല്ല അന്യ സ്ത്രീകളുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിൽ ആകർഷനായി പോവാൻ. പണ്ടാരോ പറഞ്ഞതുപോലെ, നിന്റെ ഭാര്യയുടെ സൗന്ദര്യം തിരിച്ചറിയണമെങ്കിൽ അയൽവക്കക്കാരന്റെ വീട്ടിൽ പോയി എന്നിട്ട് ഇങ്ങോട്ട് നോക്കണം, അവന്റെ ജനലിൽ കൂടെ നിങ്ങളുടെ വീട്ടിലോട്ട്. അപ്പോൾ ഭാര്യയ്ക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവും. കാരണം നമുക്ക് ഈ ഒളിഞ്ഞു നോട്ടമാണല്ലോ, അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു. അപ്പോൾ അപ്പോഴത്തെ നല്ല സൗന്ദര്യമുള്ളതായിട്ട് തോന്നാൻ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം തിരിച്ചറിയാൻ അയൽവക്കത്തെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണം. അപ്പൊ നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം ശരിക്കറിയും. കാരണം എന്തോ, ഇതേപോലെയാണ് നമ്മൾ മറ്റൊരാളിൽ, മറ്റൊരു ഭാര്യയിൽ, സഹോദരിയിൽ സൗന്ദര്യം കാണുന്നത് പോലെ തന്നെ അവരും നമ്മുടെ വീട്ടിലുള്ള ഭാര്യയുടെ സൗന്ദര്യം ആകർഷ്ടരാകുന്നുണ്ട് എന്ന വസ്തുത നീ അറിയാതെ പോകരുത്. നിന്റെ കണ്ണ് മലീമസമാകുമ്പോ നിന്റെ ഭാര്യയും അതേപോലെ മലീമസമായിക്കൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പാതിവ്രത്യം കാത്തു സൂക്ഷിക്കണേ, നിങ്ങളുടെ പാതിവ്രത്യം കാത്തു സൂക്ഷിക്കണേ. എന്നാൽ അല്ലാഹു നിങ്ങളുടെ ഭാര്യമാരുടെ പാതിവ്രത്യം കാത്തു സംരക്ഷിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഭർത്താക്കന്മാരെ, നിങ്ങൾ മോശമാകുന്ന ജീവിത ചുറ്റുപാടുകളിലേക്ക് പോയാൽ നിങ്ങളുടെ ഭാര്യമാരും അത്തരത്തിൽ തന്നെ മോശമാകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മൾ നന്നാവണം, അപ്പൊ അവിടെയും നന്നാവും. ഇത് പുരുഷന്മാരുടെ പൊതുവെ ഒരു ധാരണയുണ്ട്, നമുക്കെല്ലാം അശ്ലീലതയും പറ്റും. നമുക്ക് അശ്ലീല സിനിമ കാണാം, അശ്ലീല സിനിമ പാട്ടുകൾ കേൾക്കാം, പക്ഷെ ഭാര്യയ്ക്ക് ഇതൊന്നും പാടില്ല, ഹറാം, ഭയങ്കര മസ്കലയാണ്. അവളും ഇതേ രീതിക്ക് ചിന്തിക്കും, അതല്ലെങ്കിൽ അതിനപ്പുറത്തെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നിന്റെ കണ്ണിൽ എപ്പോഴും ഭാര്യ സുന്ദരി ആയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവളോട് മോശമായ രീതിയിലുള്ള ഒരു ഇടപെടലും പാടില്ല. കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണം, പ്രവാചകരുടെ ജീവിതം കണ്ടുപിടിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പറ്റി സ്വഹാബത്ത് പറയുകയാണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൂറു അലാ നിസാഇഹി ഇദാ സ്വല്ലൽ അസ്റാ. അസർ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഭാര്യമാരുടെ അടുക്കലിലേക്ക് യാത്ര ചെയ്യുകയാണ്. യദൂറു അലാ നിസാഇഹി, എല്ലാ ഭാര്യമാരുടെ അടുക്കലും ഒന്ന് റോന്ത് ചുറ്റുമേ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും അസർ കഴിഞ്ഞു എല്ലാ ഭാര്യമാരുടെ അടുക്കലും പോകും. ഹദീസാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഭാര്യമാരുടെ അടുക്കൽ പോകും. വയദുനു മിൻഹുന്ന, അവരുടെ അടുക്കൽ അടുത്ത് പോയിരിക്കും. സമയം കണ്ടെത്തും 10 മിനിറ്റ് അതിനു വേണ്ടി. നമ്മളോ അടുത്തിരുന്നിട്ടേ ഇല്ല. എന്നാ അടുത്തിരുന്നെന്ന് അല്ലാഹു അലം. മൊബൈൽ ഫോണുമായിട്ട് ഈ ഇരുത്താൻ ആകെ വൈകിട്ടാണ് ഒരുമിച്ചിരിക്കുന്നത്. അപ്പോഴുണ്ട് ഭർത്താവിന്റെ കയ്യിൽ മൊബൈൽ. അപ്പൊ പെണ്ണുങ്ങളുടെ കയ്യിലും വലിയ പത്തക്കോല് പോലുള്ള ടാബ് വന്നു കഴിഞ്ഞു. അവരും മൊബൈലും നോക്കിയപ്പോ മക്കൾ ഒരുത്തൻ മെസ്സിയുടെ പുറകെ പോയി, വേറൊരുത്തൻ അപ്പുറത്തോട്ട് പോയി. ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, വേറെ വേറെ ഹാല. മക്കള് വേറെ വേറെ. കഴിക്കാൻ വന്നിരുന്നപ്പോ എല്ലാവരും ഉണ്ട്, തീന്മേശയിൽ ഒരുമിച്ചുണ്ട്. പക്ഷെ ആരും പരസ്പരം ഒരു വർത്താനം പോലും ഇല്ല. അങ്ങനെ ആയോ ഇല്ലയോ? എടോ, ഈ 10 മിനിറ്റെങ്കിലും ആ മൊബൈൽ ഒന്ന് മാറ്റിവെക്ക്. വലിയ വില്ലനാണത്, കുടുംബജീവിതം തകർക്കും. 10 മിനിറ്റ് നേരത്തേക്ക്, ഭക്ഷണം കഴിക്കുന്ന നേരത്തേക്കെങ്കിലും എല്ലാവരും മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിവെക്ക്, അല്ലെങ്കിൽ സൈലന്റ് ആക്കി മാറ്റിവെക്ക്. അത്ര അർജന്റ് ആണെങ്കിൽ മാത്രമേ കയ്യിൽ വെക്കാവുള്ളൂ. എന്നാൽ പോലും അത് മാറ്റിവെക്കണമെന്ന പശക്കാരനാണ് ഞാൻ. മാറ്റിവെക്ക്. എന്നിട്ടൊരു 10 മിനിറ്റ് റാഹത്തായിട്ട് ഒരുമിച്ചിരിക്കും. എത്ര സന്തോഷകരമായിരിക്കും. പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി ബിസ്മി വാപ്പ ഔദും ബിസ്മിയും ഉറക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നത് തുടങ്ങട്ടെ. വാപ്പ എപ്പോഴും അങ്ങനെ അത് മാതൃകയാകണം. മക്കളും കുടുംബമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാൻ, ഭാര്യ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഒന്ന് ഭക്ഷണം കഴിച്ച കാലം എന്നായിരുന്നു. ഏത് സമയത്ത്? ഈ നബിദിനത്തിനെങ്കിലും അങ്ങനെ ഒരു ആഘോഷം നമ്മൾ കൊണ്ടാടിയോ? ഇല്ലല്ലോ. ഇത് ഉമ്മ ആദിയിരിക്കുന്നതിന് പകരം മക്കൾ ആദിയിരുന്നു, പിന്നെ ഭർത്താവ് ആദിയിരുന്നു, പിന്നെ വാപ്പ കഴിച്ചോ എന്നുള്ളത് അന്വേഷിക്കാൻ വാപ്പ പതുക്കെ വരുന്നേ ഉള്ളൂ പള്ളിയിൽ നിന്ന്. പിന്നെ മൂപ്പർക്ക് കൊടുത്തു. ഉമ്മ എപ്പോഴാണ് കഴിച്ചതെന്നോ കഴിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറച്ചിയുടെ പീസ് കിട്ടിയോ അല്ലാഹു ആലം, ചോദിച്ചിട്ട് പോലുമില്ല. നിന്ന് വാത് കഴിഞ്ഞിട്ട് പോയി ചോദിക്കാം. അതാണ് അവസ്ഥ. കാരണം എല്ലാവർക്കും അപ്പിനെ അവനവന്റെ കാര്യം മാത്രം ചിന്താഗതി. ഒന്നിച്ചിരുന്ന് ഒരു നേരം പോലും ആഹാരം കഴിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബ പശ്ചാത്തലം എത്തിപ്പെട്ടു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഇത്രയേറെ തിരക്കുള്ള വ്യക്തിയാണ്. കുടുംബത്തോടൊപ്പം ചേർന്നിരുന്നേ ഭക്ഷണം കഴിക്കുള്ളൂ, ഒറ്റയ്ക്കിരുന്ന് കഴിക്കൂല. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ വല്ലതും കഴിക്കാനുണ്ടോ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇല്ലൽ മാഉ ലൈസ ഇൻദി ഇല്ലൽ മാഉ, വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല റസൂലേ, ഒന്നും കഴിക്കാനില്ല, ഭുജിക്കാനില്ല ഹബീബേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നി അന സായിം, എങ്കിൽ ഞാനിതാ നോമ്പുകാരനാണ്. അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് പിടിച്ചുകൊണ്ട് കൂടുകയാണ്. സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ ഒരു മൂലയ്ക്ക് പോയി കടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പട്ടിണിയാണ്, പ്രയാസമാണ്, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ല. അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ പേരിൽ സുന്നത്ത് നോമ്പ് പിടിക്കുകയാണ്. ചിന്തിച്ചു നോക്ക്, ഭക്ഷണം ഇല്ലാതെ വരുന്നൊരവസ്ഥ, എന്നിട്ട് സുന്നത്ത് നോമ്പ് പിടിക്കാൻ. സുന്നത്ത് നോമ്പ് പിടിച്ച് വീടിന്റെ ഒരു മൂലയ്ക്ക് പോയി ചുരുണ്ടുകൂടി കിടക്കാൻ. പ്രവാചകരുടെ ചാരത്തടുത്ത് ചെന്ന് ഞാൻ ഇരുന്നു. എന്റെ കൈകൊണ്ട് പ്രവാചകന്റെ ഒട്ടിയ വയറുമേൽ ഞാൻ ഇങ്ങനെ തഴുകി തലോടി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാൻ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ചെറിയ കരച്ചിൽ കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. നബി തങ്ങൾ ചോദിച്ചു, മായുബികീകി യാ ആയിഷ. ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ആയിഷ എന്ത് പറ്റി ആയിഷ? നിനക്ക് വ്യസനമാണോ ദുഃഖമാണോ ആയിഷ? എന്നോടൊപ്പമുള്ള ജീവിതം പ്രയാസകരമാണോ ആയിഷ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, നബിയേ ഒരിക്കലുമില്ല ഹബീബേ, തങ്ങളോടുള്ള മഹബ്ബത്താണ്.
ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, 3 ദിവസങ്ങൾക്ക് ശേഷം ഇതേ നിലയിൽ തന്നെ തുടർന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ഒരു സഹാബിയായ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരാടിൻ്റെതാകുന്ന കുറവ് കൊണ്ടുവന്നു. നല്ലതുപോലെ വേവിച്ചതാകുന്ന കുറവ് കൊണ്ടുവന്ന് മുത്തുനബിയുടെ കൈകളിലേക്ക് ഞാൻ കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുലിയ ആയിഷ, ആയിഷ നീ കഴിക്കൂ, ആയിഷ നീ കഴിച്ചിട്ടേ ഈ മുഹമ്മദ് കഴിക്കൂ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടുപേരും ഒരേപോലെ പട്ടിണിയാണ്, പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കയ്യിലേക്ക് കിട്ടിയതാകുന്ന മാംസം ഒരു പിടി വേഗം കഴിച്ചിട്ടല്ല, ആദ്യം തന്നെ മൊത്തത്തിൽ അങ്ങോട്ടും ഭാര്യയ്ക്ക് കൊടുക്കാൻ, കഴിക്കാൻ, ജീവിതം പഠിപ്പിക്കാൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മഹദി അവர்கள் ബുദ്ധിമതിയല്ലേ, അവർ പറഞ്ഞു, ഞാൻ കഴിക്കുകയില്ല റസൂലേ, തങ്ങൾ കഴിക്കാതെ ഞാൻ കഴിക്കുകയില്ല ഹബീബേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ കഴിക്കണം, നിങ്ങൾ കഴിക്കണം. ഹബീബായ നബി തങ്ങളുടെ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി പറയുകയാണ്, അവസാനം ആ മാംസ കഷ്ണം ഞാൻ എടുത്തു, നബി തങ്ങളുടെ നിർബന്ധ നിമിത്തമായി വായിൽ വെച്ചു ഒന്ന് കടിച്ചെന്ന് വരുത്തി. ഒരു ചെറുതായിട്ടൊരു കടി കടിച്ചിട്ട് മുത്തുനബിയുടെ കൈവശം ഞാൻ നൽകുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എന്നെ നോട്ടം പോയി. അല്ലാഹുവിന്റെ റസൂൽ എവിടെയാണ് വാ വെക്കുന്നത്? ഹബീബായ നബി തങ്ങൾ എവിടെയാണ് കടിക്കുന്നത്? എനിക്ക് തെറ്റിയില്ല, തെറ്റിയില്ല. സ്നേഹം ലോകത്തിന് പഠിപ്പിച്ച പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എവിടെയാണോ വാ വെച്ചത്, എവിടെയാണോ പല്ലുകൾ പതിപ്പിച്ചത്, അതേ സ്ഥലത്തേക്ക് തന്നെ വാ ചേർത്ത് വെച്ചുകൊണ്ട് കടിച്ച് മാംസം അല്പം കടിച്ചെടുത്തപ്പോ ആയിഷ ബീവി വീണ്ടും പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ മായുബക്കീകി ആയിഷ, എന്തിനാണ് ആയിഷ നീ കരയുന്നത്? ഈ പാവപ്പെട്ട മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതം നീ മടുത്തിട്ടുണ്ടോ, മടുത്തിട്ടുണ്ടോ? ഇല്ല റസൂലേ, ഇല്ല റസൂലേ. പട്ടിണി കിടക്കുന്നതിന്റെ വിഷമമല്ല, പ്രയാസമല്ല, ദുഃഖമല്ല, മറിച്ച് ഹുബ്ബുക ഫിയ യാ റസൂലല്ലാഹ്. പാവപ്പെട്ട ആയിഷയോട് കേവലം അബൂബക്കർ എന്ന അവിടുത്തെ അനുചരന്റെ മകളോടുള്ള വലിയ സ്നേഹവും താല്പര്യവും കണ്ടിട്ടാണ് ഞാൻ വായ വെച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ വാ ചേർത്ത് വെച്ചുകൊണ്ട് ആ മാംസം കടിച്ചെടുത്തപ്പോ എന്നോടുള്ള തങ്ങളുടെ സ്നേഹവും വലിയ താല്പര്യവും എന്റെ മനസ്സെ പിടിച്ച് വല്ലാതെ കുലുക്കി കളഞ്ഞു റസൂലേ. ആയിഷ ബീവിയോട് ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ആയിഷ, നീ ബഹുമാനപ്പെട്ട അബൂബക്കറിൻ്റെതാകുന്ന മകളെന്ന് മാത്രമല്ല, എന്റെ കൂട്ടുകാരന്റെ മകള് മാത്രമല്ല, നീ എന്റെ ഭാര്യ കൂടിയാണ്, ഭാര്യ കൂടിയാണ്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോടുള്ള കടമകളാണ് ഞാൻ ഈ കാണിച്ചത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 3 ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയ മാംസകഷ്ണം ഭാര്യയെ കൊണ്ട് ആദ്യമായി കഴിപ്പിക്കുന്നു. ഭാര്യ കടിച്ച അതേ സ്ഥലത്ത് അതേ പൊസിഷനിൽ വാ ചേർത്ത് പ്രവാചകരും കഴിക്കുന്നു, നബി മുഹമ്മദ് മുസ്തഫ. ഈ മാതൃക ഒന്നും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്തേ വരാത്തത്? നമുക്കെന്തുകൊണ്ട് ഇത് വരുന്നില്ല? കല്യാണം കഴിഞ്ഞ് 3-4 ദിവസം ഇങ്ങോട്ട് തരുന്നു, എന്തൊരു പരിപാടി, അല്ലാഹു, കലാപരിപാടികൾ നേരത്തെ തന്നെ തുടങ്ങി. കല്യാണത്തിന് മുമ്പ് തന്നെ വിവിധങ്ങളാകുന്ന ഫോട്ടോസുകൾ നേരത്തെ തന്നെ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മോശപ്പെട്ട ഫോട്ടോസുകൾ, സെക്സ് വീഡിയോസുകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റുള്ളവർക്ക് പോലും കണ്ണു പൊത്തിപ്പിടിപ്പിക്കേണ്ട അവസ്ഥയിൽ വരുന്നതാകുന്ന വീഡിയോസുകളും ഫോട്ടോസുകളും ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുകയും ജനമധ്യത്തിൽ കാണിക്കുകയും ചെയ്യുന്നതാകുന്ന വളരെ മോശമായ അവസ്ഥ ഇന്ന് മുസ്ലിം സമുദായത്തിൽ പോലും ഇതം പ്രഥമമായി ഇടം പിടിച്ചിരിക്കാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാതെ കൂടി വരികയാണ്. എന്താണ് ഈ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്? കുറെ ഇങ്ങനെ ഫോട്ടോസും കുറെ അതും ഇതൊക്കെ കാണിക്കലാണോ? ജീവിതത്തിലൊന്നുമില്ലെങ്കിൽ പിന്നെന്ത്? പ്രവൃത്തിപഥത്തിലില്ലെങ്കിൽ എന്ത്?
കുടുംബജീവിതത്തിൽ മകളുടെ ഉദാഹരണമല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ നമ്മുടെ ജീവിതത്തിൽ അത് വരാത്തത്? പ്രവാചകന്റെ ജീവിതം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഫീ അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂൽ തന്റെ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു ഉമ്മ? പറയൂ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി വഇദാ ഹളറതി സ്വലാത്തു ഖറജ ഇലൽ മുസല്ലാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, തന്റെ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സദാസമയം നാട്ടിലുള്ളപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. വഇദാ ഹളറതി സ്വലാ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് മുഴങ്ങിയാൽ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ അമാന്തിക്കില്ല, വേഗം തന്നെ വീട് വിട്ട് പള്ളിയിലേക്ക് പോകുകയാ. ഖറജ ഇലൽ മുസല്ലാ, ബാങ്ക് വിളിച്ചാൽ ഉടനെ പള്ളിയിൽ പോകും. അല്ലാത്തപ്പോ നാട്ടിലുള്ള എല്ലാ സമയത്തും എവിടെയുണ്ട്? വീട്ടിലുണ്ട്. കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, കുടുംബത്തെ സഹായിക്കും നബി മുഹമ്മദ് മുസ്തഫ. ഒരു പുരുഷൻ എന്തെല്ലാം വീട്ടിൽ ചെയ്യാൻ പറ്റും ആ പണിയൊക്കെ ആര് ചെയ്തിട്ടുണ്ട്? നബി മുഹമ്മദ് മുസ്തഫ. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളിങ്ങനെ തേങ്ങ ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ പോയിട്ട് അതെടുത്ത് വാരി അണ്ണാക്കിലിടും. മാങ്ങ അച്ചാറിന് വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹാജിയാരെടുത്ത് പോകത്തിയിട്ടുണ്ടോ? ആണോ അല്ലയോ? ഒരു ഉപകാരവും ഇല്ല. പത്രം എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഫ്രണ്ടിന്. പത്രത്തിന് നടുക്കത്തെ താഴ് താഴോട്ട് പോയാൽ അതുവരെ എടുക്കാൻ വേണ്ടി അടുക്കള ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ വിളിച്ചു വരും. താഴോട്ട് പോയിട്ടുള്ളൂ, നടുക്കത്തെ പത്രം താഴോട്ട് കുനിയാൻ മേല. ഹാജിയാർക്ക് കൊളസ്ട്രോളാണ്. അത്ര മടിയായി നമ്മൾ മാറി. ആ നടുവിലത്തെ പത്രം താഴെ വീണത് എടുക്കാൻ ആരെ വിളിക്കും? അടുക്കളയിൽ മക്കൾക്ക് രാവിലെ ടിഫിൻ ബോക്സ് റെഡിയാക്കാൻ വേണ്ടി കിടന്ന് നെട്ടോട്ടം ഓടുന്നതാകുന്ന ഭാര്യയെ വിളിക്കാൻ. അത്ര കുഴിമടിയന്മാരായി നമ്മൾ മാറി. എല്ലാം ഇങ്ങനെ വിരൽ തുമ്പിൽ കൊണ്ടെത്തരണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്നിട്ട് നമ്മൾ പരാതിയാണ്, ഓ നമ്മുടെ ഭാര്യയൊന്നും ശരിയല്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലേ? ആർക്കാണ് ഭാര്യയോട് ഇത്ര ഇഷ്ടം? ഈ കഴിഞ്ഞ മുഹറം മാസത്തിൽ ഉംറയ്ക്ക് വേണ്ടി എന്നോടൊപ്പം 100-300 ആളുകൾ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങൾ, പല ജില്ലയിലുള്ള ആളുകൾ വന്നു. നമ്മുടെ ഉസ്താദ് വന്നുണ്ടായിരുന്നു അവിടെ, അല്ലേ? നിങ്ങളോട് ഉണ്ടായിരുന്നു, ഉസ്താദും ഉണ്ടായിരുന്നു. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അന്ന് വന്ന സന്ദർഭത്തിൽ മദീനയിൽ വെച്ച് ലാസ്റ്റ് പോരാൻ നേരമായപ്പോ ഒരു ഹാജിയാര് പെട്ടിയുടെ സിബൊക്കെ ഇങ്ങനെ ഇടാൻ ഭയങ്കര മടി. നമ്മൾ ഇട്ട് കൊടുക്കാണ്. എന്താ ഹാജിയാരെ മടി? 15 ദിവസം നല്ല സുഖമായിരുന്നു സാർ, ഇനി വീട്ടിലോട്ട് ചെന്ന് കയറണ്ടേ. വീട്ടിലാരുണ്ട്? ഭാര്യയുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ മൂപ്പർക്ക് മടി. 15 ദിവസം നല്ല റാഹത്തായിരുന്നെന്ന് മൂപ്പര് പറയാ. ആലോചിച്ചോ, പെട്ടി കെട്ടാൻ മൂപ്പർക്ക് മടിയാണ്. സാധാരണ പെട്ടി കെട്ടി വീട്ടിലോട്ട് പോകാനാണ് താല്പര്യം. ഇത് പെട്ടി കെട്ടുന്നില്ല, മൂപ്പരിങ്ങനെ മടിച്ചു നിൽക്കുക. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് ശരിയട്ടെ. ആമീൻ പറയും. അള്ളാഹു ബറക്കത്ത് ശരിയട്ടെ. അപ്പൊ അങ്ങനെയുള്ള അഹിലുകാരുണ്ട്, ധാരാളം ഉണ്ട്. 15 ദിവസം എന്നാ റാഹത്തായിട്ട് പോയി ഉംറ നിർവഹിച്ചിട്ട് വരാം. അങ്ങനെയെങ്കിലും ഒരു സമാധാനം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ. എന്നാൽ ഏറ്റവും വലിയ സമാധാനമാണ് ആര്? നിന്റെ ഭാര്യ എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിനക്ക് കിട്ടുന്ന സമാധാനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തിയില്ലയോ, നിനക്കെന്തിനാണ് അല്ലാഹു ഇണയെ നൽകിയിരിക്കുന്നത്? ലിതസ്കുനൂ ഇലൈഹാ,
അവളിലേക്ക് സമാധാനം പുൽകാനാണ്, അവളിലേക്ക് ആശ്വാസത്തിൻ്റെതാകുന്ന തെളിനീര് നയിക്കാനാണ്, സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം നയിക്കാനാണ് നിനക്ക് ഇണയെ നാം സമ്മാനിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് സമാധാനം ലഭിക്കുന്നുണ്ടോ? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നേടിയെടുക്കണേ. നിന്റെ കുടുംബ ജീവിതം സംശുദ്ധമാക്കാൻ ഉപകരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന യഹ്ലിബു ശാതഹു വയർഖഉ സൗബഹു ويخصف نعله ويمازح مع زوجاته ويلطف معهن. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റേതാകുന്ന വീട്ടിലുള്ള ആടിനെ, അതിന്റെ പാലിനെ കറക്കുമായിരുന്നു. യഹ്ലിബു ശാതഹു, ആടിന്റെ പാല് കറന്നെടുത്ത് വീട്ടുകാരെ സഹായിക്കുകയാണ്. വയർഖഉ സൗബഹു, വസ്ത്രത്തിന്റെ കേടുപാടുകൾ പ്രവാചകൻ തന്നെ നെയ്ത് തീർക്കുമായിരുന്നു. തീർന്നില്ല. വയഖ്സിഫു നഅലഹു, നിസാരമായി കാണുന്ന പല പരിപാടികളും ഹബീബായ നബി തങ്ങളെന്ന പ്രവാചകർ സ്വന്തം കൈകൾ കൊണ്ട് ചെയ്യുകയാണ്. വയഖ്സിഫു നഅലഹു, തന്റേതാകുന്ന ചെരുപ്പ് നെയ്യുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വയുമാസിഹു മഅ സൗജാതിഹി, ഭാര്യമാർക്കിടയിൽ ചെറിയ ചെറിയ തമാശകൾ പറഞ്ഞ് നിലകൊള്ളുമായിരുന്നു ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വയുലത്തിഫു മഅഹുന്ന, അവരുമായി നല്ല രീതിയിൽ കൃപയോടുകൂടി കാരുണ്യത്തോടുകൂടി വർത്തിക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അടിയും പിടിയൊന്നുമില്ല, നമ്മളോ അടിയും പിടിയോ ഉള്ളൂ. ഡെയിലി ഓരോ വഴക്കുണ്ടാക്കും. കരവേട്ട, ബ്ലാക്ക് ബെൽറ്റ്, കുൻഫു, പഴയ മലപ്പുറം സാധനമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ കാണിക്കുന്നത് പെള്ളുങ്കണ്ണ നെഞ്ചത്താണ്. ഇതൊക്കെ കാണിക്കുന്ന അവിടെയാണ്. ഞാനിതെല്ലാം അറിയാവുന്ന, എൻ്റെ വാപ്പ വല്യപ്പാരാന്നറിയോ, പഴയ ടീമാണ്. നമ്മൾ അതിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. കാല് ചവിട്ടി നെഞ്ചത്ത് വെച്ചിരിക്കുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അങ്ങനെ ഗുസ്തി കാണിക്കലല്ല, നിന്റെ ആരോഗ്യം കാണിക്കേണ്ടത് അവിടെയല്ല, ഭാര്യയുടെ നെഞ്ചത്തല്ല. ആരോഗ്യം കാണിക്കേണ്ടത് തറാവീഹ് അവ്വൽ വഖത്തിൽ കൃത്യമായി റമദാനിൽ 20 റക്അത്ത് ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചിട്ടാണ്. നിന്റേതാകുന്ന തന്റെ ഇടം കാണിക്കേണ്ടത് ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ അവ്വൽ വഖത്തിൽ ജമാഅത്തായി പള്ളിയിൽ പോയി സുബഹിയും ദുഹറും മഗ്രിബും ഇശാഉം എന്ന് വേണ്ട എല്ലാ നമസ്കാരങ്ങളും ചിട്ടവെച്ചിട്ടാണ്. നിന്റെ തന്റെ ഇടവും നിന്റേതാകുന്ന ആരോഗ്യം കാണിക്കേണ്ടത് ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി അനുഷ്ഠിച്ചിട്ടാണ്. നിന്റെ തന്റെ ഇടം കാണിക്കേണ്ടത് തഹജ്ജുദ് എന്ന പാതിരാത്രി സമയത്തുള്ള നിസ്കാരം മണിക്കൂറുകളോളം നിന്ന് നിസ്കരിച്ച് കാണിച്ചിട്ടാണ്. ളുഹാ നമസ്കാരം 8 റക്അത്ത് നിസ്കരിക്കും, വിത്ർ നമസ്കാരം 11 നിസ്കരിക്കും. അങ്ങനെ സുന്നത്തായ സുന്നത്തുകളൊക്കെ കൂട്ടി ഖുർആൻ ഖത്മുകൾ ധാരാളം തീർത്ത് ദിക്റുകൾ ധാരാളം ചൊല്ലി നിലകൊള്ളുന്ന നല്ല ആരോഗ്യമുള്ളവനായി നീ മാറിയാൽ നീ ഓക്കെ. അപ്പോഴാണ് നിന്റെ ആരോഗ്യം കാണിക്കേണ്ടത് അള്ളാന്റെ മുന്നിൽ. അല്ലാതെ ഒരു പാവപ്പെട്ട പെണ്ണ്, നിന്നേക്കാൾ ആരോഗ്യം കുറഞ്ഞ, നിന്നേക്കാൾ പൊക്കവും കുറഞ്ഞ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ നെഞ്ചത്ത് നീ കാണിക്കുന്നതാകുന്ന ഈ കുരുത്തക്കേടാണ്, ചെറ്റത്തരമാണത്. അതൊന്നും വലിയ അപഹാസ്യമായ പരിപാടിയാണ്. അതൊന്നും വലിയ തൻ്റെ ഇടമുള്ള പരിപാടിയല്ല. അവരെ അടിക്കുക, ഇഴിക്കുക, തൊഴിക്കുക, ശകാരിക്കുക, ചീത്ത വിളിക്കുക, ഒച്ചപ്പാടും ബഹളവും നാട്ടുകാരും പരിസരത്തുള്ള എല്ലാവരും, അയൽവാസികളൊക്കെ അറിയുന്നുണ്ട്, ആരും അറിയാത്തതുപോലെ നിൽക്കാൻ. കാരണം അവർക്കറിയാം ഇത് ഡെയിലി ഉള്ള സംഭവമാണെന്ന്. എല്ലാ ദിവസവും ഒച്ചപ്പാടും ബഹളവും തല്ലും വഴക്കും ഇത് തന്നെ, ചീത്ത വിളിയും. അല്ലാഹ്, എങ്ങനെ നന്നാവും? ഇത് കേട്ടല്ലേ മക്കൾ വളരുന്നത്. മക്കൾ എങ്ങനെ നന്നാവും? കുടുംബജീവിതം എങ്ങനെ റാഹത്താവും? 10 ദിവസം കഴിയുമ്പോൾ മക്കൾ ഇതേ വാക്ക് തന്നെ നമ്മളെ തിരിച്ചു വിളിക്കുമ്പോഴാണ് ഇതിന്റെ അപകടം ഇത്രയും വലുതായിരുന്നു എന്നറിയുന്നത്. പല ചീത്തയും വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നാണ് മക്കൾ പഠിച്ചെടുക്കുന്നത്. കാരണം മക്കൾ വീട്ടിൽ നിന്നാണ് ഇത് ഫുള്ള് കിട്ടുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നാവ് ശ്രദ്ധിക്കണം. വാക്കുകൾ, അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. ഒരു ചീത്ത വാക്ക് പോലും പറയാൻ പാടില്ല. ഒരു മോശപ്പെട്ടതാകുന്ന രീതിയിലുള്ള സംസാരം പാടില്ല.
അടിക്കാനും തൊഴിക്കാനും ശകാരിക്കാനും ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാകുന്ന വസ്തുക്കൾ, സ്വർണമാകട്ടെ ഭൂമിയാകട്ടെ മറ്റേതെങ്കിലും സാമ്പത്തികമാകട്ടെ ഒക്കെ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒച്ചപ്പാടും ബഹളമുണ്ടാക്കി വർഷങ്ങളോളം കലവില കൂട്ടുക, അതൊന്നും ഒരു മുഅ്മിനിന് ചേർന്നതല്ല, ഈമാനുള്ളവന് ചേർന്നതല്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് നല്ല പരിപാടിയല്ല. നോക്കൂ, നിങ്ങൾ പ്രവാചകന്റെ കുടുംബജീവിതം പഠിക്കുന്നു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സ്വഹാബത്ത് അടയാളപ്പെടുത്തുകയാ. മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ഖത്തൂ വലാ ഇംറഅതൻ വലാ ഖാദിമാ ഇല്ലാ അയ്യുജാഹിദ ഫീ സബീലില്ലാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം സ്വഹാബത്ത് അടയാളപ്പെടുത്തുകയാണ്. മാ ളറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ഖത്തൂ. കാരുണ്യത്തിന്റെ പ്രവാചകൻ ഇന്ന് വരെ ഒരു വസ്തുവിനെയും അടിച്ചിട്ടില്ല. വലംറഅത, ഒരു പെണ്ണിനെയും അല്ലാഹുവിന്റെ റസൂൽ മർദ്ദിച്ചിട്ടില്ല. സ്വന്തം ഭാര്യ എന്നല്ല, ലോകത്തൊരു പെണ്ണിനെയും അല്ലാഹുവിന്റെ റസൂൽ മർദ്ദിച്ചിട്ടില്ല. കാരണം അവർ പാവപ്പെട്ടവരല്ലേ, അവർ അബലകളല്ലേ, ചപലകളല്ലേ. അവരെ ഉപദ്രവിക്കാൻ പാടില്ല. അവരെ ഉപദ്രവിക്കുന്നവൻ യഥാർത്ഥ സത്യവിശ്വാസിയുമല്ല. വലംറഅതൻ വലാ ഖാദിമാ, ലോകത്തൊരു സേവകനെയും മർദ്ദിക്കാത്ത, ഒരടിമയും മർദ്ദിക്കാത്ത, തനിക്ക് സേവനം ചെയ്യുന്നതായ വ്യക്തികളെ ഇന്ന് വരെ കൈവെക്കാത്ത ഒരേ ഒരു വ്യക്തിയുണ്ട് എങ്കിൽ അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇല്ലാ അയ്യുജാഹിദ ഫീ സബീലില്ലാഹ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ വരുന്നതായ ആളുകളൊഴികെ ഇസ്ലാമികമാകുന്ന യുദ്ധം നടക്കുന്ന വേളയിൽ ഒഴിച്ച് ബാക്കിയുള്ളതാകുന്ന ഒരു സമയത്ത് പോലും ഒരാളുടെ ശരീരത്തിനും അല്ലാഹുവിന്റെ റസൂൽ കൈവച്ചിട്ടില്ല. ഹബീബായ നബി തങ്ങളുടെ ജീവിതമാണ്. നമുക്ക് സാധിക്കുമോ? നമ്മൾ നേരെ തിരിച്ചാൻ കൈവക്കാത്ത മേഖലയില്ല. അവസ്ഥ നമ്മുടെ എല്ലാവരെയും അടിച്ചിട്ടുണ്ട്. മക്കളെ അടിച്ചിട്ടുണ്ട്, വാപ്പായ വരെ അടിച്ച്, ഇപ്പൊ ഉമ്മയെ അടിച്ച ക്രെഡിറ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. സഹോദരങ്ങള്, ബന്ധുക്കളെ എല്ലാവരുമായിട്ട് ഒച്ചപ്പാടും ബഹളം. ഒന്നില്ലെങ്കിലും ചീത്തയെങ്കിലും പറയാത്ത. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈ ജീവിതമാണ് നമുക്ക് വരേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്. എന്ത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയേ, ഈ ഉമ്മത്തിനെ പറഞ്ഞു കൊടുക്കണേ ഹബീബേ. ഈ സമുദായത്തിന് വെളിച്ചം കൊടുക്കണേ ഹബീബേ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെയാണ് നിങ്ങൾ ഇഷ്ടം വെക്കുന്നത് എങ്കിൽ, അല്ലാഹുവിനെ പ്രിയം വെക്കുന്നവരാണെന്ന് വാദിക്കുന്നവരെ, ഞാൻ ഇസ്ലാമാണ് മുഅ്മിനാണെന്ന് പറയുന്നവരെ, മലപ്പുറം ജില്ലയിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹു ഖുർആനിലൂടെ തന്നെ മുത്തുനബി മുഖേന ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണ് എങ്കിൽ ഫത്തബിഊനി. ആദരവായ പ്രവാചകൻ അരുളുകയാണ്, എന്നെ പിൻപറ്റണേ, എന്നെ പിൻപറ്റണേ. ഹബീബായ നബി തങ്ങളുടെ ചര്യകൾ, അവിടുത്തെ ജീവിത ചര്യകൾ, അവിടുത്തെ കുടുംബ ചരിത്രങ്ങൾ പരിപൂർണമായി പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണേ. എന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രിയം വെക്കുമേ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ ഹബീബായ നബി തങ്ങളെ അനുഗമിക്കണേ. അവിടുന്ന് നടന്ന വഴിയിലൂടെ പോകണേ. എങ്കിൽ തീർച്ചയായും അല്ലാഹു നിങ്ങളെ ഇഷ്ടം വെക്കുമെന്ന് മാത്രമല്ല, വയഗ്ഫിർ ലക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുകയാണ്. ഈ ദുനിയാവിലെ തെറ്റുകൾ വ്യാപൃതനായി ജീവിച്ചവരല്ലേ, മോശപ്പെട്ട ജീവിതം നയിച്ചതാകുന്ന ചെറുപ്പക്കാരനല്ലേ, അല്ലാഹു നിന്റെ എല്ലാ പാപങ്ങളും പുറത്ത് കഴുകി ശുദ്ധീകരിച്ച് അല്ലാഹു നിന്നെ സ്ഫുടം ചെയ്യുകയാണ്. കിട്ടണമെങ്കിൽ എന്ത് വേണം? ആരിഷ്ടം വെക്കണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി പിൻപറ്റണമെങ്കിൽ നബിയോട് മഹബത്ത് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കെവിടെ ഇഷ്ടം? നമുക്കെവിടെയാണ് പ്രവാചകരോട് സ്നേഹം? ഐഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കുന്തു അഗ്തസിലു അന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഇനാഇൻ ബൈനി വബൈനഹു വാഹിദിൻ. ഞാനും അല്ലാഹുവിന്റെ റസൂലും ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ഒരുമിച്ച് കുളിക്കുമായിരുന്നു എന്ന് ഐഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കുളിക്കുക, അതൊക്കെയാണ് ദീന്. ഇതൊന്നും ഉറക്കെ പറയുന്നതിന് മടിക്കണ്ട, ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലായില്ലേ? നമ്മുടെ കുളി എന്താ? കേറിക്കെന്നാണ് ദൂരത്തൊക്കെ വലിച്ചിട്ട് ആ പരിപാടിയല്ല. നല്ല മറയോടുകൂടിയുള്ള കുളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചു മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചു വേണം മനസ്സിലാക്കാൻ. നമ്മൾ നേരത്തെ തന്നെ ചിത്രം കണ്ടു കഴിഞ്ഞ് അങ്ങനെ തുണിയില്ലാത്ത കുളി. മുമ്പ് ഞാൻ അങ്ങനെ കുളിക്കരുതെന്ന് പ്രസംഗിച്ചപ്പോൾ വിദേഹത്തിൻ്റെ 1-2 ആളുകൾ കയറി അതിനകത്ത് കയറി ഇങ്ങനെ കൊത്തുന്ന കണ്ട്. അങ്ങനെ കുളിക്കരുത്, തുണിയില്ലാതെ കുളിക്കരുത്, ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കല്ല, അയിമ്മത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഉരിയാനായി കുളിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവും, മനസ്സിലാകണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അങ്ങനെ തന്നെയാണ്. ഔറത്ത് മറക്കണം, മുട്ടുപൊക്കലിനിടയിൽ മറച്ചിട്ട് വേണം പുരുഷന്മാർ കുളിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞാനും പ്രവാചകരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഒന്നിച്ച് വെള്ളം എടുത്തിട്ട് ഞങ്ങൾ കുളിച്ചിരുന്നു. വലിയ അശുദ്ധിയിൽ നിന്നാണ് ആ കുളി ഉണ്ടായതും എന്നും ഹദീസിലുണ്ട്. നോക്കൂ നിങ്ങൾ. ഐഷ സിദ്ദീഖ റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒരു സന്തോഷമാണ് ഇത് പറഞ്ഞു കേട്ടിട്ട്. നാളെ നേരം വെളുക്കുന്ന പോലെ വൈകിട്ട് മഗ്‌രിബ് വരെ ഇന്ന് പള്ളിയിലോട്ടില്ല കേട്ടോ. എന്താ ഞങ്ങളുടെ കുളി രാവിലെ മുതൽ തുടങ്ങും. സാവ് പറഞ്ഞായിരുന്നു കുളിക്കുക, ഒരുമിച്ച് കുളി. അങ്ങനെ കാക്കക്കുളി വിളിച്ചുകൊണ്ടിരിക്കാനല്ല. വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്താണ്? ഒരു സന്തോഷമാണ്, മനസ്സിലാക്കണം. അതാണ് അപ്പുറത്തിൻ്റെ സാരം. അതൊക്കെ ഒരു റാഹത്താണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണത്. ഭാര്യയ്ക്ക് അശുദ്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവരെ മാറ്റി പാർപ്പിക്കുക, അതൊന്നും ദീനിൽപ്പെട്ടതല്ല. ഭാര്യ അശുദ്ധിയുള്ള ഘട്ടത്തിൽ പോലും അവളുടെ തലയിൽ മുടിയിഴകൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ തലയിൽ തലോടി കൊടുത്തുകൊണ്ട് മുടിയിഴകൽ തലവി പ്രവാചകരോടൊപ്പം ഒരു പുതപ്പിൻ കീഴിൽ ചേർത്തെന്നെ കടത്തി സയ്യിദത്തുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അശുദ്ധിയുടെ ഘട്ടത്തിലാണ്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനല്ല, അല്ലാതെ തന്നെ ചേർന്ന് കിടക്കുക. നമ്മളാണെങ്കിലോ അടുത്ത ആഴ്ച കാണാം കേട്ടോ, അസ്സലാമു അലൈക്കും, ഒരാഴ്ചത്തേക്ക് ആചാരില്ല ആ വഴിക്ക്. അവിടെയൊക്കെയാണ് വിഷയം. അപ്പോൾ പെണ്ണുങ്ങൾ ഇപ്പുറത്തോട്ട് മാറിക്കിടന്നിട്ട് ചാറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്, മനസ്സിലാക്കണം, പഠിക്കണം. നമ്മൾ പ്രവാചകന്റെ ജീവിതമാണ് കുടുംബജീവിതം. കുടുംബജീവിതം തകരാറിരിക്കാൻ ഇത് ശ്രദ്ധിക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ രണ്ടാമത്തെ വസ്തു വന്നിസാ, എന്റെ ഭാര്യമാരാണ്. ഭാര്യമാരും അത്തരത്തിലുള്ളവരാകണം, അതൊരു വിഷയം. ഭാര്യ സാലിഹത്താവണം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകൾ ചേർക്കുമാറാവട്ടെ. ആമീൻ പറ ഉറക്കെ.
പറഞ്ഞപ്പോ ഒരു മടിയെന്താ ഇപ്പോൾ ഉള്ളത് വേണ്ട ഉസ്താദെ. അള്ളാഹുവേ ഞങ്ങള് ഭാര്യമാരെ സാലിഹത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഉറക്കെ പറയുന്ന അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇണകളെല്ലാം അള്ളാഹു സാലിഹത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളെയും അള്ളാഹു സാലിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഭാര്യ സാലിഹത്താണെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് ഇദാ നളർത ഇലൈഹാ സർറത്തുക. പ്രവാചകൻ അരുളി, നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിന്റെ ഭാര്യയുടെ മുഖം കണ്ടാൽ നിനക്ക് സന്തോഷം വരും. അങ്ങനെയുണ്ടോ? ഭാര്യയുടെ മുഖം കണ്ടാൽ നീ സന്തോഷിക്കും. നീ അവളിലേക്ക് നോക്കുമ്പോ തന്നെ നിന്റെ മനസ്സ് തിളങ്ങാണ്, നല്ല റാഹത്ത്. അങ്ങനെയാണോ ഇപ്പോ? വീട്ടിലോട്ട് ചെന്നാ ഉടനെ കടുന്നല് കുത്തി പോലെയാണ്. വാതിൽ തുറക്കുന്നു, നേരെ പെണ്ണുങ്ങൾ പോകുന്നു, തിരിഞ്ഞു കിടക്കുന്നു, കിബില തെറ്റി, ഒറ്റക്കടത്തം, തലവേദനയാണ്. ഉള്ള ജോലി മുഴുവൻ ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അങ്ങനെയാണോ ഇപ്പോഴത്തെ അവസ്ഥ? ആണ് ഉസ്താദ്. അങ്ങനെയുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഓരോരുത്തരും അവരവരുടെ ജീവിതം ചിന്തിക്കുക. അതല്ല, വീട്ടിലേക്ക് നീ ചെല്ലുമ്പോൾ തന്നെ കോളിമ്പലടിക്കുക, നീ വരുന്നതും പ്രതീക്ഷിച്ച് നേരത്തെ കാത്തിരിക്കുക. നമ്മൾ ഭാര്യയോട് നേരത്തെ വരുന്നു എന്ന് അറിയിക്കണമെന്നാണ് ഹദീസാണ്, അത് നബിതങ്ങളുടെ ശൈലിയാണ്. ഇന്ന് പുതിയ ജനറേഷൻ ഏതോ ഒരുത്തൻ തുടങ്ങി വെച്ചതാണ്, ഏതോ ഒരു ഹൈവാൻ തുടങ്ങി വെച്ച പരിപാടി ഇപ്പൊ എല്ലാവരും കാണിക്കണം. എന്ത്? ഗൾഫിൽ നിന്ന് തന്നെ അവൻ പതുക്കെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ക്യാമറയും തിരിച്ചു പിടിച്ചുകൊണ്ട് തുടങ്ങുക പരിപാടി. രാത്രിയിൽ ഒളിച്ചും പാത്തും അവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നു, വരുന്നു, ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വരുന്നു, എയർപോർട്ടിൽ ഇറങ്ങി കൂട്ടുകാരനുമായിട്ട് വരുന്നു. പാതിരാത്രി സമയത്ത് ഡോർ തുറക്കും, ബെല്ലടിക്കുന്നു, ഉടനെ ഇങ്ങനെ കോട്ടുവായി വിട്ടുകൊണ്ട് ഉമ്മ വരുമ്പോൾ ക്യാമറ കാണിച്ചു കൊടുക്കുക. സർപ്രൈസ്. ഇത് വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല, അതാദ്യം പഠിക്കരുത്. നമ്മുടെ തലമുറകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ മലബാറിന്റെ മക്കൾ ഒരിക്കലും ഇത് ചെയ്യരുത്. വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതേ അല്ല, ഇസ്ലാമിന്റെ ശരിയല്ലത്. അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന വിസിറ്റ് ഉണ്ടല്ലോ, അത് ഇസ്ലാമിൽ പെട്ടതല്ല. നബിയുടെ ചരി എടുത്തു നോക്കി, നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദൂതനെ അയക്കും. അർസല ഇലൈഹിം റസൂലൻ, ഒരു ദൂതനെ പ്രവാചകൻ പറഞ്ഞേക്കും, ഞാൻ വരുന്നുണ്ട്, ഇന്ന സമയത്താണ് എത്തുക, പ്രവാചകർ എത്തുന്നുണ്ട്, നേരത്തെ അറിയിക്കാൻ. അവ കുടുംബക്കാർ അതിനു വേണ്ടി ഒരുങ്ങി റെഡിയായി കാത്തു നിൽക്കും. അതിന് വേണ്ടത്. ഇതിങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ ചെന്ന് കയറുന്നത് സംശയരോഗത്തിന്റെ ലക്ഷണമാണ്. അതൊന്നും ഗുണമുള്ള കേസല്ല. പാതിരാത്രി ചെന്നിട്ട് വാതിൽ പൊളിച്ച് ഓട് പൊളിച്ച് ചാത്ത് കയറുക, പുറകുവശത്തോടെ ചെന്നിട്ട് ബെല്ലടിക്കുക, കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഉമ്മായ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് അവര് മൊബൈലിൽ മേലെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ മറഞ്ഞു നിൽക്കുന്നുണ്ടോ, ഇവൻ വീണ്ടും കുളിമുറിക്കകത്തോട്ട് കയറിച്ചല്ലോ. ക്യാമറയൊക്കെ ഉണ്ട്, വേറൊരുത്തൻ, അതിനുവേണ്ടി ഒരുത്തൻ, ഒരു ക്യാമറമാൻ. ഇതൊക്കെ ഇപ്പം നിലക്കുന്ന ഏറ്റവും വലിയ നാശങ്ങളാണ്. അതൊക്കെ വലിയ വിപത്താണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്നത്തെ ജനറേഷൻ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായമാണത്. ഒരിക്കലും വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല, നല്ല ശൈലിയല്ലത്. മറിച്ച് നേരത്തെ തന്നെ അറിയിക്കുക പ്രവാചകരുടെ ചര്യയായിരുന്നു അത്. മാത്രമല്ല, ഒരു വീട്ടിൽ അറിയിപ്പ് കൊടുക്കാതെ ചെന്ന് ചേരരുതെന്നാണ് പ്രവാചകൻ അരുളിയിട്ടുള്ളതും. സലാം പറയാതെ തന്നെ അസ്സലാമു അലൈക്കും എന്ന് വീടിന്റെ മുന്നിലെത്തിയാൽ തന്നെ 3 പ്രാവശ്യം ഉറക്കെ പറയണമെന്നാണ്. ഒന്ന് പറഞ്ഞു കേട്ടില്ല, വീണ്ടും പറയണം, മൂന്നാമതും പറയണം. 3 വട്ടം പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ തിരിച്ചു പോകണം. പരിശുദ്ധ പ്രവാചകൻ ഖുർആൻ മുഖേന സൂറത്തുൻ നൂർ വ്യക്തമായി അള്ളാഹു പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, പ്രവാചകരുടെ അധ്യാപനമുണ്ട്. സൂറത്തുൻ നൂർ പെണ്ണുങ്ങളെ പ്രത്യേകം പഠിപ്പിക്കണേ നബി മുഹമ്മദ് മുസ്തഫ. കാരണം അതിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളും വിഷയങ്ങളും ധാരാളം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറ അറിയണം. പലർക്കും അത് അറിയില്ല. അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് ഇതൊക്കെ. ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അസ്സലാമു അലൈക്കും, വീട്ടുകാരത് കേട്ടവർ പ്രതികരിച്ചാൽ റാഹത്ത്. 2ാമത്തെ വട്ടവും പ്രതികരിച്ചില്ലെങ്കിൽ അസ്സലാമു അലൈക്കും. 3ാമത്തെ വട്ടവും പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും അസ്സലാമു അലൈക്കും. അനുവാദം ചോദിക്കാൻ. അല്ലാതെ ഒരു വീട്ടിൽ ചെന്ന് നേരെ കഥ തുറക്കാൻ പാടില്ല. അങ്ങനെ കയറിയ വ്യക്തിയെ പ്രവാചകർ തിരിച്ചു വിട്ടിട്ട് സലാം പറഞ്ഞ് പ്രവേശിക്കാൻ, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കട്ടെ, അലിജു, ഞാൻ അങ്ങോട്ട് കടക്കട്ടെ എന്ന് അനുവാദം ചോദിച്ച് കയറി വരാൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കയറാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം സ്വഹാബത്തിനോട് പറയുമ്പോ സ്വഹാബികളിൽ പെട്ടതായ ജാബിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എനിക്കെന്റെ മാതാവ് മാത്രമാ, എന്റെ വീട്ടിൽ എന്റെ ഉമ്മ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അനുവാദം ചോദിക്കാതെ കടന്നു ചെല്ലാമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇല്ല 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 ഇല്ല, ചെയ്യാൻ പാടില്ല.
നമ്മുടെ മലബാർ ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു പൊതുവെ ഒരു ചെയ്തിയുണ്ട്, എങ്ങനെ ഫ്രണ്ടിൽ നല്ല ഗ്രില്ല് പിടിപ്പിച്ചിട്ട് പൂട്ടിട്ടിട്ട് പോകും, പുറകിലത്തെ സംഭവം എല്ലാം തുറന്നിട്ടിരിക്കുകയാണ്, എല്ലാവരും പുറകു വഴിയാണ് അകത്തോട്ട് കയറി ചെല്ലുന്നത്. ആണോ? മിക്ക വീടുകളിൽ അങ്ങനെയുണ്ട്. അത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല. വീടിന്റെ ഫ്രണ്ടിലൂടെയാണ് എപ്പോഴും കിടക്കേണ്ടത്. ഫ്രണ്ടിലാണ് എപ്പോഴും സന്ദർശനവും, ഫ്രണ്ടിലൂടെ തന്നെയാണ്. വീട്ടുകാരായാൽ പോലും പെണ്ണുങ്ങൾ അവരടുക്കള ഭാഗത്തിലൂടെ വരുന്നു, എന്നാലും നമ്മളെ സന്ദർശിക്കാൻ വരുന്ന പൊതുവായിട്ട് വരുന്നവർ അവർക്കൊക്കെ അവിടെ അന്യപുരുഷന്മാരുണ്ടെങ്കിൽ അവർ ഭാഗത്തൂടി പോകുന്നു, ഓക്കെ. അല്ലാത്തപ്പോൾ എപ്പോഴും ഫ്രണ്ടിലത്തെ ഗേറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വരുമ്പോൾ ഒരു ബെല്ലടിക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആക്കണം. ഭയങ്കര പോരെന്ന് പറഞ്ഞാൽ അടുക്കളയെ കൂടെയാണ് കയറ്റിക്കൊണ്ടുപോകുന്നത്. അത് നല്ലതല്ല. അതൊന്നും ഒരു യഥാർത്ഥ മോമിനിന്റെ ചര്യയിൽപ്പെട്ടതല്ല. എപ്പോഴും ഫ്രണ്ടിലൂടെ തന്നെയാണ് കിടക്കേണ്ടത്. എന്നാ പിന്നെ അവിടെ ഭിത്തി കെട്ടി അടച്ചേക്ക്, ഇതിലെ കൂടെ ഇനി പ്രവേശനം ഇല്ലെങ്കിൽ. മയ്യത്ത് കൊണ്ടുപോകാനും ഇറക്കാനും മാത്രമാണ് ഈ വാതിലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അബദ്ധങ്ങളാണ്, ആരൊക്കെയോ ചെയ്തു വെച്ച ചില ചെയ്തികളാണ്. ഈ കാണിക്കുന്ന പ്രവണതകളൊക്കെ മാറ്റി ദീനിലേക്ക് തന്നെ വീണ്ടും പഴമയിലേക്ക് തന്നെ തിരിച്ചു വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരുപാട് വാതിലുകൾ കൂടി എണ്ണം കൂടിയപ്പോഴത്തേക്ക് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിയേ എനിക്കെന്റെ ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. ആദരവായ പ്രവാചകന് പറയുകയാണ്, ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളതെങ്കിൽ പോലും അനുവാദം ചോദിക്കൽ നിർബന്ധമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വീട്ടിൽ ഉമ്മ മാത്രമാണ് റസൂലേ, വേറെ ഒരാളുമില്ല ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മയോട് അനുവാദം ചോദിക്കാതെ കടക്കരുതേ. മൂന്നാമത്തെ വട്ടവും ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത് ഹബീബേ, അനുവാദം ചോദിക്കണോ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുചോദ്യം ചോദിക്കുകയാണ്, അതുരീദു അൻ തറാ ഉമ്മക ഉരിയാന. ജാബിറേ, നിന്റെ ഉമ്മ നഗ്നയായി കാണുന്നതിന് നീ ഇഷ്ടം വെക്കുന്നുണ്ടോ? ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒറ്റ ചോദ്യം. കാരണം സ്ത്രീകൾ അവരൊറ്റയ്ക്കായിരിക്കുമ്പോൾ ചിലപ്പോൾ ശരീരത്തിൽ എണ്ണയിട്ടോ മറ്റോ ഒക്കെ അവർ സ്വന്തമായി നിലകൊള്ളുന്ന ഒരു സമയമാകാം. നീ പെട്ടെന്ന് ചെന്ന് അങ്ങനെ ചാടിച്ചെന്നൊരു തുറക്കലും വിഷയങ്ങളും അതവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കാനും പല അസുഖങ്ങളിലേക്കും ചിലപ്പോൾ നയിക്കാനും കാരണമായേക്കാം. ചെയ്യാൻ പാടില്ല. ഒറ്റയ്ക്കാണെങ്കിൽ പോലും, ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ, ചുമ്മാ സലാം പോലും പറയാതെ അകത്തോട്ട് എന്നിട്ട് പാട്ടും പാടി കയറി ചെല്ലാൻ പാടില്ല. എപ്പോ ചെന്നാലും അസ്സലാമു അലൈക്കും ഉറക്കെ സലാം പറയണം. അതിന് ഇന്ന് കൊടുക്കുന്ന ഒരു സിമ്പലാണ് എന്ത് കോളിംഗ് ബെല്ല്. അത് മാത്രം കൊണ്ടായില്ല, അതൊക്കെ പാശ്ചാത്യർ കൊണ്ടുവന്നതാണ്. നമ്മുടെ ശൈലി അസ്സലാമു അലൈക്കും പറയണം. അങ്ങനെ സലാം പറയും. ഭാര്യയോട് നിങ്ങൾ സലാം പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കിടയിലുള്ളതാകുന്ന സുഹബത്ത്, ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടും. ഒരു മോമിനായ മനുഷ്യൻ മറ്റൊരു മോമിനെ കണ്ട് സലാം പറഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ സലാം പറയുമ്പോൾ സ്നേഹം വർദ്ധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും, അതിനകത്ത് ഭയങ്കര സംഭവമാണ്. അള്ളാഹുവിന്റെ നാമമാണ് സലാം. അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ അഭിവാദ്യം. വേറൊരു മതത്തിലും ഇത്രയേറെ ശ്രേഷ്ഠമായ അഭിവാദ്യമില്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ഇതിലൊന്നും കാര്യമില്ല. ഇതിനപ്പുറം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അഭിവാദ്യമാണ് എന്ത്? അസ്സലാമു അലൈക്കും, ഗുണവും രക്ഷയും ഉണ്ടാകട്ടെ. വഅലൈക്കും അസ്സലാം, നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. എത്ര ശ്രേഷ്ഠമായ വാക്കാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും. നമ്മൾ എങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വർഷം 30 40 ഇന്ന് വരെ പരസ്പരം ഒരു സലാം പോലും കണ്ടാൽ പറയുന്നുണ്ടോ? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും നീ നിലനിർത്തി തരണേ അല്ലാ. നിലനിർത്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാ.